ഇടഞ്ഞു തന്നെ തരൂർ. തരൂർ ഇപ്പോൾ കോൺഗ്രസിന് ഒരു പ്രഹേളികയായി മാറിയിരിക്കുകയാണ്. എങ്ങോട്ടാണ് തരൂറിന്റെ പോക്ക്? എന്തിനാണ് തരൂറിന്റെ പോക്ക്? ഇതൊക്കെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുന്നു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച, തരൂർ നടത്തിയ കൂടിക്കാഴ്ച മഞ്ഞിരുകാൻ കാരണമായെന്ന് കോൺഗ്രസ് വിചാരിച്ചു. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും കേരളത്തിലെ വ്യവസായ രംഗത്തെ പുകഴ്ത്തിയ നിലപാടിൽ മാറ്റമില്ലാതെ ഡോക്ടർ ശശി തരൂർ നിൽക്കുന്നു. CPMന്റെ ഡാറ്റ വെച്ചല്ല താൻ ലേഖനം എഴുതിയതെന്നും കേരളത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും ശശി തരൂർ പറഞ്ഞതോടെ തരൂറിന്റെ പോക്ക് എങ്ങോട്ട് എന്നതിനെക്കുറിച്ചുള്ള അങ്കലാപ്പിലാണ് കോൺഗ്രസ്. താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമായ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യം ലേഖനത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിനെയും അടിസ്ഥാനമാക്കിയാണ് ലേഖനം. ഇത് രണ്ടും CPMന്റേത് അല്ല. വേറെ സ്രോതസ്സിൽ നിന്ന് വേറെ വിവരങ്ങൾ ലഭിച്ചാൽ അതും പരിശോധിക്കാൻ തയ്യാറാണ്. കേരളത്തിന് വേണ്ടി മാത്രമാണ് താൻ സംസാരിക്കുന്നത്, വേറൊരാൾക്കും വേണ്ടിയല്ല. ഇതാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. ഇതോടെ ശശി തരൂർ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു: ഹൈക്കമാൻഡിന്റെ വിരട്ടലൊന്നും തന്നോട് നടക്കില്ല. കാരണം ശശി തരൂരിനെ അത്രയേറെ അപമാനിച്ചു കേരളത്തിലെ കോൺഗ്രസ്സുകാർ. കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ പറ്റിയ മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പക്ഷേ നിരന്തരം പാർലമെന്റിലേക്ക് അയച്ച് അദ്ദേഹത്തെ അപമാനിച്ചു. ഇപ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു. DYFI തങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ ശശി തരൂരിനെ ക്ഷണിച്ചതും ശ്രദ്ധേയം. അവരുടെ ലോഗോ പ്രകാശനം ചെയ്യുകയും ചെയ്തു ശശി തരൂർ. ഇങ്ങനെ ഇടതുപക്ഷത്തോട് അടുത്ത് നിൽക്കുകയാണ് ശശി തരൂർ. ശശി തരൂരിനെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കണ്ടു എന്നാണ് റിപ്പോർട്ട്. രണ്ടുപേരെയും കണ്ട് സംസാരിച്ചു എന്നാണ് റിപ്പോർട്ട്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശശി തരൂർ പുറത്ത് വിട്ടതുമില്ല. മഞ്ഞുരുകാൻ അത് കാരണമായെന്ന് കോൺഗ്രസുകാർ തെറ്റിദ്ധരിച്ചെങ്കിൽ അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. മഞ്ഞുരുകില്ല. കാരണം ശശി തരൂരിന് വേദനയുണ്ട്. കേരളത്തിലെ കോൺഗ്രസുകാർ തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി കടിപിടി കൂടുമ്പോൾ അവിടെ ശശി തരൂരിനെ പോലെയുള്ള ഒരു മുഖം അനിവാര്യമാണ്. ഒരു പൗരന്റെ ഇമേജ് അനിവാര്യമാണ്. ഇവിടെ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഇല്ലാത്ത ഇമേജ് ശശി തരൂരിനുണ്ട് കേരളത്തിൽ. സാധാരണക്കാരായ കോൺഗ്രസുകാർക്കിടയിൽ അദ്ദേഹം വളരെ മതിപ്പുള്ള വ്യക്തിയാണ്. കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകളെ കൊണ്ടുപോകാനോ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാനോ പ്രതിപക്ഷ നേതാവാക്കാനോ ഒന്നും അനുവദിക്കില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. ഈ സാഹചര്യത്തിൽ മനം മടുത്തു അദ്ദേഹത്തിന്. അതുതന്നെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. തന്റെ നിലപാട് താൻ തുടരുമെന്ന് ശക്തിയുക്തം പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. എന്തായാലും ശശി തരൂർ ഇടഞ്ഞു തന്നെ. താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ശശി തരൂർ പറഞ്ഞതോടെ രാഹുൽ ഗാന്ധിയെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു തരൂർ.